മോദി 3.0 സർക്കാരിന്റെ ആദ്യ കേന്ദ്ര ബജറ്റ് 2024 ഈ മാസം അവസാനം ധനമന്ത്രി നിർമ്മല സീതാരാമൻ അവതരിപ്പിക്കും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി സർക്കാരിന്റെ ഭരണത്തുടർച്ച ഓഹരി വിപണികൾക്ക് നൽകുന്ന പ്രതീക്ഷ ചെറുതല്ല. പൊതു തെരഞ്ഞെടുപ്പിൽ ബിജെപിക്ക് പ്രതീക്ഷിച്ച വിജയം കൈവരിക്കാൻ സാധിച്ചില്ലെങ്കിലും ഭരണത്തുടർച്ച സാധ്യമായതോടെ രാജ്യത്തെ ഓഹരി വിപണികൾ കുതിക്കുകയാണ്. മൂന്നാം ടേമിലെ ആദ്യ സമ്പൂർണ്ണ ബജറ്റ് ഇടക്കാല ബജറ്റിന്റെ തുടർച്ച എന്നതിലുപരി നിക്ഷേപകരെ പ്രീതിപ്പെടുത്തുന്നതായിരിക്കുമെന്ന് വിശ്വസിക്കപ്പെടുന്നു. വരാനിരിക്കുന്ന യൂണിയൻ ബജറ്റിൽ നിന്ന് ഏറ്റവും കൂടുതൽ പ്രയോജനം ലഭിക്കുന്ന 4 ഓഹരികൾ നോക്കാം. ലാർസൻ ആൻഡ് ട്യൂബ്രോ ലിമിറ്റഡ്. 1938 ബോംബെയിൽ ഡാനിഷ് എഞ്ചിനീയർമാരായ ഹെന്നിംഗ് ഹോൾക്ക് ലാർസണും സോറൻ ക്രിസ്റ്റ്യൻ ട്യൂബ്രോയും ചേർന്നാണ് L&T സ്ഥാപിച്ചത്. വ്യാവസായിക സാങ്കേതികവിദ്യ, ഹെവി ഇൻഡസ്ട്രി, എഞ്ചിനീയറിംഗ്, നിർമ്മാണം, ഉൽപ്പാദനം, വൈദ്യുതി, വിവരസാങ്കേതികവിദ്യ, സൈനിക, സാമ്പത്തിക സേവനങ്ങൾ എന്നിവയിൽ താൽപ്പര്യമുള്ള ഒരു ഇന്ത്യൻ ബഹുരാഷ്ട്ര കൂട്ടായ്മയാണ് L&T എന്നറിയപ്പെടുന്ന ലാർസൻ ആൻഡ് ട്യൂബ്രോ ലിമിറ്റഡ്. മഹാരാഷ്ട്രയിലെ മുംബൈയിലാണ് ഇതിന്റെ ആസ്ഥാനം. General information. Technical performance. Shareholding. Technical levels. Prediction. HDFC Bank Limited. HDFC ബാങ്ക് ലിമിറ്റഡ് മുംബൈ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഒരു ഇന്ത്യൻ ബാങ്കിംഗ്, സാമ്പത്തിക സേവന കമ്പനിയാണ്. 2024 മെയ് വരെയുള്ള കണക്കനുസരിച്ച് ആസ്തിയുടെ അടിസ്ഥാനത്തിൽ ഇന്ത്യയിലെ ഏറ്റവും വലിയ സ്വകാര്യ മേഖലാ ബാങ്കും വിപണി മൂലധനമനുസരിച്ച് ലോകത്തിലെ 10ാമത്തെ വലിയ ബാങ്കുമാണ് ഇത്. General information. Technical performance. Shareholding. Technical levels. Prediction. പ്രൈവറ്റ് കാപെക്സ് വളർത്തുന്നതിനുള്ള ഉത്തേജനം BFS സ്പേസുകൾക്ക് അനുകൂലമായിരിക്കും. വ്യവസായ പ്രമുഖരായ HDFC ബാങ്ക് നിലവാരം കുറഞ്ഞ പ്രകടനമാണ് നടത്തുന്നതെങ്കിലും റാലിയെ നയിക്കാനാകും. HDFC ലിമിറ്റഡുമായുള്ള ലയനത്തിനു ശേഷം ബാങ്കിന്റെ ബാലൻസ് ഷീറ്റ് ശക്തിപ്പെടുമെന്ന് പ്രതീക്ഷിക്കുന്നു. കാൻഫിൻ ഹോംസ് ലിമിറ്റഡ്. 1987 ഒക്ടോബർ 29 കമ്പനി സ്ഥാപിതമായത്. കാൻബാങ്ക് ഫിനാൻഷ്യൽ സർവീസസ് UTI, HDFC, ICICI എന്നിവയുമായി സംയുക്തമായി ഇന്ത്യയിലെ ദേശസാൽകൃത ബാങ്കുകളിൽ ഒന്നായ കാനറ ബാങ്ക് കമ്പനിയെ പ്രൊമോട്ട് ചെയ്തു. ഭവന നിർമ്മാണത്തിനുള്ള ധനസഹായം നൽകുകയെന്ന പ്രാഥമിക ലക്ഷ്യത്തോടെയാണ് കമ്പനി ബാംഗ്ലൂരിൽ സ്ഥാപിതമായത്. Technical performance. Shareholding. Technical levels. Prediction. ഓയിൽ ഇന്ത്യ ലിമിറ്റഡ്. ഓയിൽ ഇന്ത്യ ലിമിറ്റഡ് ഒരു കേന്ദ്ര പൊതുമേഖലാ സ്ഥാപനമാണ്. അതിന്റെ പ്രവർത്തനങ്ങൾക്ക് മേൽനോട്ടം വഹിക്കുന്നത് പെട്രോളിയം പ്രകൃതി വാതക മന്ത്രാലയമാണ്. ആസാമിലെ ദുലിയാജൻ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന കമ്പനിക്ക് ദുലിയാജൻ, നോയിഡ, ഗുവാഹത്തി, ജോധ്പൂർ എന്നിവിടങ്ങളിൽ ഓഫീസുകളുണ്ട്. General information. Technical performance. Shareholding. Technical levels. Prediction. Conclusion.
L&T, ഓയിൽ ഇന്ത്യ, HDFC ബാങ്ക്, ക്യാൻഫിൻ ഹോംസ് എന്നിവ 4 ബജറ്റ് സ്റ്റോക്ക് പിക്കുകളിൽ ഉൾപ്പെടുന്നു. ബജറ്റ് 2024 ധനമന്ത്രി നിർമ്മല സീതാരാമൻ പുതുതായി തിരഞ്ഞെടുക്കപ്പെട്ട മോദി 3.0 സർക്കാരിന്റെ ആദ്യ കേന്ദ്ര ബജറ്റ് 2024 ഈ മാസം അവസാനം അവതരിപ്പിക്കും. ഈ സ്റ്റോക്കുകൾ തീർച്ചയായും ബജറ്റിൽ ഉയരും എന്ന് പ്രതീക്ഷിക്കാം. Thank you.